ഹരീഷ് പൈലറ്റ് പ്രൊഡക്ഷൻസും നസീർ എന്നമും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ സംവിധായകൻ നിരവധി വർഷമായി സിനിമാ രംഗത്തെ പ്രൊഡക്ഷൻ കൺട്രോളായിരുന്ന രാധേഷ് ശ്യാമാണ്. അതുപോലെ മുഖ്യ കഥാപാത്രം ചെയ്യുന്ന വിഷ്ണു എന്ന പുതുമുഖ നായകൻ നമ്മുടെ പ്രിയങ്കരനായ നടൻ ഹരീഷ് പേരടിയുടെ മകനാണ് വിഷ്ണു പേരടി. പ്രസ് മീറ്റിൽ പങ്കെടുക്കുന്നത് നിർമ്മാതാവും നടനുമായ ശ്രീ ഹരീഷ് പേരടി, അതോടൊപ്പം തന്നെ രാധേഷ് ശ്യാം സംവിധായകൻ, പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ വിഷ്ണു പേരടി, നിർമ്മൽ പാലാഴി, ഹാസ്യരംഗങ്ങൾ കൊണ്ട് മലയാളി പ്രേക്ഷകരെ ചിരിപ്പിച്ച നടൻ നിർമ്മൽ പാലാഴി, അതോടൊപ്പം ഹരീഷ് കാണാനുണ്ട്, അതോടൊപ്പം സെന്തിൽ കൃഷ്ണയുണ്ട്, നായിക ആമിനയുണ്ട്, ആമിന നിജ, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രിയങ്കരയായ കുടുംബ സദസ്സുകളുടെ നായിക നിഷ സാരംഗ്. ഇത്രയും പേരാണ് പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഹരീഷ് കണ്ണാരൻ എത്തിയിട്ടുണ്ട്. ഒരു മുഴുനീള വേഷം തന്നെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെയും പത്രസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യാണ്. പിന്നെ ഇനി വരാനുള്ള നമ്മുടെ നസീർ എന്നമാണ്, അദ്ദേഹവും എത്തിച്ചേരും. നമുക്ക് ആദ്യം നമ്മുടെ മധുരക്കണക്കെന്ന ചിത്രത്തെക്കുറിച്ച് ഹരീഷ് പേരടി ചേട്ടൻ തന്നെ സംസാരിക്കും. നമസ്കാരം. ഹരീഷ് പേരടി പ്രൊഡക്ഷൻസ് എന്ന പേര് ഞാൻ നിർമ്മിക്കുന്ന രണ്ടാമത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമ ദാസേട്ടൻ്റെ സൈക്കിൾ എന്നൊരു സിനിമയായിരുന്നു. ഇത് NM മൂവീസിൻ്റെ നസീറുമായിട്ട് ചേർന്ന് ഞാൻ നിർമ്മിക്കുന്ന ഒരു സിനിമയാണ്. ഈ സിനിമയുടെ രചന എന്ന് പറയുന്നത് കഥ, തിരക്കഥ, സംഭാഷണം, ഈ 3 കാര്യങ്ങൾ ചെയ്തത് നമ്മളെ അടുത്ത കാലത്ത് നമ്മളെ വിട്ടുപോയ A. ശാന്തകുമാറാണ്. ശാന്തൻ്റെ അവസാന സിനിമ സ്ക്രിപ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നിരവധി നാടകങ്ങളിലൂടെ മലയാളികൾക്ക് വളരെ പ്രശസ്തനായ മനുഷ്യനായിരുന്നു ശാന്തൻ. അദ്ദേഹത്തിന് ആദ്യ സിനിമ ഭൂമിയിലെ മനോഹര സ്വകാര്യങ്ങൾ എന്ന് പറയുന്ന സിനിമ ഷൈജു അന്തിക്കാട് സംവിധാനം ചെയ്ത സിനിമ. അതിലും ഞാനും ചെയ്തിട്ടുണ്ട്, നിഷ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ എല്ലാവരും ചെയ്ത സിനിമ തന്നെയായിരുന്നു. അതിനുശേഷം അദ്ദേഹം എഴുതിയൊരു സ്ക്രിപ്റ്റായിരുന്നു. അത് സ്ക്രിപ്റ്റിനോടുള്ള ഒരു വല്ലാത്ത ഒരു ആത്മബന്ധമായിരുന്നു. സത്യത്തിൽ ഞാനിതിൻ്റെ ഒരു നിർമ്മാണ പ്രക്രിയയിലേക്ക് കൂടി കടക്കാനുള്ള കാരണം അങ്ങനെയാണ് ഈ സിനിമയിൽ എത്തിച്ചേരുന്നത്. സിനിമയിലെ വിവിധ സന്ദർഭങ്ങളിലുള്ള ഒരു ഞാൻ അഭിനയിക്കുന്ന കഥാപാത്രം ഒരു റിട്ടയർഡ് കണക്ക് മാഷായിട്ടുള്ള സ്കൂൾ അധ്യാപകൻ്റെ വേഷമാണ്. നമുക്കറിയാമല്ലോ നമ്മളൊക്കെ ജീവിക്കുന്ന സാഹചര്യങ്ങളിലൂടെ നിരവധി അധ്യാപകർ, നമ്മളെ പഠിപ്പിച്ച അധ്യാപകരൊക്കെ ഉണ്ടാവും. നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് ഒരുപാട് ആളുകളെ പഠിപ്പിച്ച ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഒരുപാട് ആളുകൾ റെസ്പെക്റ്റ് ചെയ്യുകയും എന്നാൽ അവർക്കിടയിൽ തന്നെ ബഹുമാനങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് വളരെ ജനകീയനായി ജീവിക്കുന്ന ചില അധ്യാപകരുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരു കഥാപാത്രമാണ് ഈ അപ്പു മാഷ്. ഈ അപ്പു മാഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൂട്ടുന്നതും കിഴിക്കുന്നതും എല്ലാം കണക്കിൽ ചെയ്യിക്കുന്നതും ജീവിതത്തിൽ ഒന്നാമനാകും എന്ന് പറയുന്ന ഒരു ആപ്തവാക്യമാണ് അയാളെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ കൂട്ടിക്കിഴക്കുന്ന ഒരു കണക്കുണ്ടല്ലോ, ആ കണക്കിന്റെ ഒരു രീതിയിൽ തന്നെയാണ് അതിന്റെ സ്ക്രിപ്റ്റ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാലോ, നമ്മളൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ രാവിലെ കണ്ണ് തുറക്കുമ്പോൾ തന്നെ നമ്മൾ പലപ്പോഴും കൂട്ടലുകളും കിഴിക്കലുകളും നടത്തിയതിന് ശേഷമായിരിക്കും ചിലപ്പം പുതപ്പിൽ നിന്ന് പുറത്തേക്ക് വരിക. പിന്നെ ആ കണക്ക് കൂട്ടിയ കണക്കൊക്കെ ശരിയായിക്കൊള്ളുന്നില്ല. വീണ്ടും ആ രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് വീണ്ടും കണക്കുകൾ തെറ്റും. അപ്പൊ അത്തരം ഒരു കണക്കിലൂടെയാണ് ഇതിന്. അതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന കഥാപാത്രങ്ങൾ മുഴുവൻ 1 മുതൽ 9 വരെയുള്ള അക്കങ്ങളെ പോലെ തന്നെയാണ്. പലപ്പോഴും നമ്മളൊക്കെ വട്ടപൂജ്യങ്ങളായി നിൽക്കാറുണ്ട്. പക്ഷെ ഇടതുഭാഗത്തൊരു 1 വരുമ്പോൾ നമ്മളത് 10ഉം, പിന്നീട് നമ്മളെപ്പോലെയുള്ള വിലയില്ലാത്ത കുറച്ച് ആളുകൾ നമ്മൾ കൂടെ ചേരുമ്പോൾ അത് 100ഉം 1000ഉം ലക്ഷങ്ങളുമായി മാറുമ്പോൾ വലിയ വിലയുള്ളവരായും നമ്മൾ മാറാറുണ്ട്. അപ്പം അങ്ങനെയുള്ള നമുക്കെല്ലാം പരിചിതമായ ഒരു ജീവിത സാഹചര്യത്തിലൂടെ, എന്നാൽ ഒട്ടും പരിചിതമല്ലാത്ത ചില വഴികളിലൂടെ ആണ് ഇതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ സഞ്ചാരം. അതുകൊണ്ട് തന്നെയാണ് കഥയാണ് ഇതിലെ നായകൻ എന്ന് ഞാൻ എടുത്തു പറയുന്നത്. പിന്നെ ഈ സിനിമയിൽ വളരെ
പ്രശസ്തരായ നമ്മുടെ മലയാളത്തിലെ നിരവധി ആർട്ടിസ്റ്റുകൾ, ഇന്ദ്രൻ സേട്ടനോട് എത്തിയിട്ടില്ല, ഇന്ദ്രൻ സേട്ടൻ ചെയ്തിട്ടുണ്ട്, ഹരീഷ് കണാരൻ, നിർമ്മൽ പാലാഴി, സെന്തിൽ കൃഷ്ണ, നിഷ സാരംഗ്, ആമിന, പിന്നെ അതുപോലെ ഇവിടെ വരാത്ത സനൂജ, അങ്ങനെ ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതില് വിഷ്ണു ഇതിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. വിഷ്ണുവിന്റെ സത്യത്തിൽ അന്ന് ശാന്തൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ശാന്തനാണ് വിഷ്ണുവിനെ അതിലേക്ക് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ വിഷ്ണു ചെയ്താൽ നന്നായിരിക്കും എന്നോട് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു ആലോചന ഉണ്ടാവുന്നത്. ഏതായാലും ഞങ്ങൾ ഈ സിനിമ ഞാനും ശാന്തനും കൂടി ഡിസ്കസ് ചെയ്ത സമയത്ത് 10-30 വർഷമായിട്ട് സിനിമയിൽ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ശ്യാം. അപ്പം ഞാൻ ശ്യാമിനോട് ഇത് പറഞ്ഞപ്പോൾ ശ്യാം ആദ്യം വിചാരിച്ചത് അദ്ദേഹത്തെ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് വിളിക്കുകയായിരുന്നു. സത്യത്തിൽ അങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ ആ എക്സ്പീരിയൻസ്, എന്തുകൊണ്ട് നിങ്ങൾക്കൊരു സിനിമ സംവിധാനം ചെയ്യാനുള്ള സമയമായില്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിനുള്ളിലുള്ള ഒരു ആഗ്രഹം, വർഷങ്ങളായി മൂടി വെച്ച് ആരോടും പറയാത്തൊരാഗ്രഹം പുറത്തേക്ക് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ ഈ സിനിമയിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പം നസീർ ഞങ്ങളുടെ കൂടെ പങ്കെടുക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തുകൊണ്ട് തന്നെ 2 ഷെഡ്യൂളുകളിലായിട്ട് ഈ സിനിമ പൂർത്തിയാക്കാൻ പറ്റി. ഡിസംബർ 4 അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിലൂടെ മാത്രം തന്നെ ഞങ്ങൾക്ക് ഇനി ഒരു സിനിമ എന്ന രീതി തിയേറ്ററിലൂടെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം പൂർണ്ണമായും നിങ്ങളുടെ പിന്തുണ ക്ഷണിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ശ്യാമിനെ ഏൽപ്പിക്കും.